പട്ടാമ്പി ആസ്ഥാനമായി വള്ളുവനാട് ജില്ല രൂപീകരിക്കണമെന്ന് മുഹമ്മദ് മുഹ്സിൻ MLA നിയമസഭയിൽ ആവശ്യപ്പെട്ടു. ഭാഷാപരമായും സാംസ്കാരികപരമായും വള്ളുവനാടിന്റെ പാരമ്പര്യമുള്ള പുതിയ ജില്ല വേണമെന്നാണ് മുഹ്സിൻ ആവശ്യപ്പെട്ടത്. ചില കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഈ ബഡ്ജറ്റിൽ മലബാറിനെ പൊതുവെയും പാലക്കാട് ജില്ലയെ പ്രത്യേകിച്ചും പൂർണ്ണമായി അവഗണിച്ച ഒരു ബഡ്ജറ്റ് കൂടിയാണ്. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഭാഗം ജീവിക്കുന്ന, കേരളത്തിൽ ഇവിടെയുള്ള UDFന് തന്നെ ഏറ്റവും കൂടുതൽ സീറ്റ് നൽകിയ പ്രദേശത്തുള്ള ആളുകൾക്ക് കമ്പാരിറ്റീവ്ലി മറ്റുള്ള സ്ഥലങ്ങളിൽ കൊടുക്കുന്നത് പോലെയുള്ള പരിഗണന നൽകിയിട്ടില്ല. മലബാറിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ജില്ലയെ ആകെ ബഡ്ജറ്റിൻ്റെ ഇതിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ചതിൽ പാലക്കാട് ജില്ലക്ക് ജയിലാണ് അതിൽ നിർമ്മാണം പറഞ്ഞിട്ടുള്ളത്. പുതിയ ജയിൽ നിർമ്മിക്കുന്നു. മലപ്പുറം ജില്ലയിൽ സ്റ്റേഡിയമെങ്കിലുണ്ട്. എന്നാൽ നോളേജ് പാർക്ക് അടക്കമുള്ള കാര്യങ്ങൾ തിരുവനന്തപുരത്തിന്, കൊല്ലത്തിന് ധാതു ആയിട്ട് ബന്ധപ്പെട്ട പ്രയോറിറ്റി, അതുപോലെ തന്നെ ആലപ്പുഴക്ക് ബ്ലൂ ഇക്കോണമിയുടെ ഭാഗം, അതോടൊപ്പം തൃശ്ശൂരിനും കൊച്ചിക്കും സ്വർണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് പ്രയോറിറ്റി ഒക്കെ കൊടുത്തപ്പോൾ മലബാറിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. ഇപ്പോൾ ഇവിടെ KSRTCയുടെ കാര്യം പറഞ്ഞു. ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ ഈ ഓർഡിനറി എന്ന് പെർമനൻ്റ് ആയിട്ട് എഴുതിയതിൻ്റെ താഴെ ഒരു സ്റ്റിക്കർ സിറ്റി ഫാസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ പെർമനൻ്റ് ആയിട്ട് എഴുതിയോടത്തെങ്കിലും സിറ്റി ഫാസ്റ്റ് എന്ന് ആക്കിയിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. എന്നാൽ ഇതുപോലും മലബാറിലെ പ്രദേശത്തുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അതിൻ്റെ ഗുണം ലഭ്യമാകാത്ത രീതിയിൽ ഓർഡിനറി ബസ്സുകൾ തുലോം വളരെ 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 കുറവാണ് മലബാറിലുള്ളത്. അതുകൊണ്ട് ഈ ബഡ്ജറ്റിൽ മലബാറിനെ പ്രത്യേകമായി പരിഗണിക്കുകയും പാലക്കാട് ജില്ലയെ പ്രത്യേകമായി പരിഗണിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം പുതിയ ജില്ലകളുടെ പ്രപ്പോസൽ വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വള്ളുവനാട് ജില്ല, പട്ടാമ്പി കേന്ദ്രമാക്കിക്കൊണ്ട് വള്ളുവനാട് ജില്ല സാംസ്കാരികമായിട്ടും ഭാഷാപരമായിട്ടും മറ്റെല്ലാ തരത്തിലും ആ വള്ളുവനാടിൻ്റെ സംസ്കാരമുള്ള ആ ജില്ല രൂപീകരിക്കണമെന്നുകൂടി ഞാൻ ആവശ്യപ്പെടുകയാണ്. സംസ്ഥാനത്ത് പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതിനെ കുറിച്ച് പഠിക്കുമെന്ന് ബജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞിരുന്നു. ഇതിനായി ഒരു കമ്മീഷനെ നിയമിക്കുമെന്നും സതീശൻ ബജറ്റ് പ്രഖ്യാപനത്തിൽ വ്യക്തമാക്കിയിരുന്നു. മലപ്പുറം ജില്ല വിഭജിച്ച് പുതിയ ജില്ല രൂപീകരിക്കണമെന്നും മൂവാറ്റുപുഴ, നെയ്യാറ്റിൻകര ഉൾപ്പെടെയുള്ള പുതിയ ജില്ലകൾ രൂപീകരിക്കണമെന്നും വിവിധ കോണുകളിൽ നിന്ന് ആവശ്യമുയരുന്ന പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. CCN ചെർപ്പുളശ്ശേരി.